എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. സിനിമ ഈ 21-ാം തീയതി റിലീസാകാനായിട്ട് ഫാന്റാസ്റ്റിക് റെസ്പോൺസ്. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം റിലീസാവുന്ന സിനിമയാണ്. മാർക്കോ എന്ന സിനിമയ്ക്ക് മുൻപ് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു. ആൻഡ് എനിക്ക് തോന്നി റിലീസ് കുറച്ചുകൂടി ഈ സമയത്ത് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കുന്നു. ആൻഡ് വിചാരിച്ച പോലെ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഇൻ ടേംസ് ഓഫ് ഫാമിലി. ഇത് ഒരു കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ്. ആക്ഷൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഫാമിലി ഓഡിയൻസാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കുടുംബത്തെ കംപ്ലീറ്റ്ലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കഥ എൻ്റെ അടുത്ത് മിസ്റ്റർ വൈ രാജേഷ് ഇപ്പോഴത്തെ സ്ക്രിപ്റ്റായിട്ട് പിച്ച് ചെയ്തപ്പോൾ വിനയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് സജീവിന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ വി ഓൾ ഗെറ്റ് ടുഗദർ ഈ സിനിമ സംഭവിച്ചു. സിനിമ പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് എപ്പോഴും നമുക്ക് തോന്നും എന്തുകൊണ്ട് നമ്മളൊരു സിനിമ ചെയ്യുന്നു, വാട്ട് ഈസ് ദ റീസൺ ചൂസിങ് ദിസ് പർട്ടിക്കുലർ സ്റ്റോറി. ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് രാവിലെ ഒരു മെസ്സേജ് എന്നിലേക്ക് എത്തി. അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇറ്റ് റെഡ് ദാറ്റ് ഒരു കുട്ടി അമ്മയോട് ചോദിക്കേണ്ടതായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ. അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ജന്മിന് ചെറിയ കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഭയങ്കര റീസൺസ് ഒന്നും കണ്ടെത്തിയില്ല. അവർ പിന്നീട് ഗെറ്റ്സ് ബേബി എന്ന സിനിമ കാണാൻ പോയി. ആ സിനിമ കണ്ടതിന് ശേഷം ഒരു ഫീൽ ഗുഡ് സിനിമ, ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് വന്നത്. പക്ഷേ ആ മോൻ അമ്മയോട് ചോദിച്ചു, ഞാൻ ഇവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ച് കാണുന്നില്ലായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് സംതിങ്, എന്താ പറയുക, എന്നെ ഭയങ്കര ടച്ച് ചെയ്തൊരു ഇമോഷൻ തോന്നി. ആ ലേഡി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, അച്ഛൻ നമ്മുടെ കുടുംബം ഇങ്ങനത്തെ ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ജനറേഷനിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലീസിനൊക്കെ അതിന് വാല്യൂ, ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന ഫാമിലീസിന് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ പേഴ്സണലി ഒരുപാട് ഇത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. മേപ്പടിയാൻ, മാളകപുരം, ഷഫീ, ഈ ജയ് ഗണേഷ്, ഈ സിനിമകളെല്ലാം ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന സിനിമകളാണ്. അതിൽ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഗെറ്റ്സ് ഇറ്റ് ബേബി എന്നൊരു സിനിമ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്തു, സജീവിന് ഫീൽ ചെയ്തു, അതിലൂടെ ഇരിക്കുന്ന എനിക്കില്ല പിന്നെ എല്ലാവർക്കും. ഇങ്ങനത്തെ ഒരു സിനിമ കൂടി ഒരു ആക്ഷൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം സിനിമകളുണ്ട്. ഒരു സിനിമയുടെ വലിപ്പം ബഡ്ജറ്റിലല്ല, ഐഡിയയിലാണ്, കോൺസെപ്റ്റിലാണ് സിനിമ വലുതാവുന്നത്. ഐ ഫീൽ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇൻറ്റൻസ് ആൻഡ് ഏറ്റവും വലിയ തോട്ട് ഗെറ്റ്സ് ബേബിയിലൂടെയാണ് നമ്മൾ പങ്കുവെച്ചിരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഈ സിനിമ ഫാമിലിയോട് എത്തിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ദിസ് ദ ഹോൾ ഐഡിയ ഫീഡ്ബാക്ക് ഇന്ത്യയിലാണ്. ഇനിയും സിനിമ പതിയെ പിക്കപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതുവരെ നിങ്ങൾ കാണാത്തൊരു സിനിമ കാണണം. ആൻഡ് സോ നിങ്ങളുടെ റെസ്പോൺസും പബ്ലിക്കിലേക്ക് എത്തിക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്.